പുരാതന കാലത്ത് പെട്ര അറിയപ്പെട്ടിരുന്നത് ബക്ക എന്നോ അതിനോട് സാമ്യമുള്ള പേരിലോ ആയിരുന്നു എന്ന് ഡാനികിച്ചൻ വാദിക്കുന്നു. നബാറ്റിൻ നഗരമായ പെട്രയിലെ താഴ്വരകളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മാത്രവുമല്ല, ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ബാക്ക അഥവാ ബക്ക എന്നൊരു താഴ്വരയെ കുറിച്ച് പരാമർശമുണ്ട്. ഈ സ്ഥലം മക്കയല്ല, മറിച്ച് സിറിയൻ ജോർദാൻ മേഖലയിലുള്ള പെട്രയാണ് എന്ന് ഹിബ്സൺ വാദിക്കുന്നു. തീർത്ഥാടകർ കരഞ്ഞുകൊണ്ട് കടന്നുപോകുന്ന താഴ്വര എന്ന അർത്ഥം പെട്രയുടെ ഭൂമിശാസ്ത്രവുമായിട്ട് കൂടുതൽ ചേരുന്നു. മാത്രവുമല്ല, ബക്ക എന്ന് പറഞ്ഞാൽ രോധനങ്ങളുടെ കരച്ചിലിന്റെ താഴ്വര എന്നാണ് അർത്ഥം. അത്തരം കൂട്ടരോധനങ്ങൾക്ക് കാരണമായ ഒരു ദുരന്തങ്ങളും മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിച്ചതായി ചരിത്രത്തിൽ തെളിവുകളില്ല. നേരെമറിച്ച് പെട്ര എന്ന് പറയുന്ന പ്രദേശത്ത് നിരവധി ദുരന്തങ്ങൾ നടന്നതിനും ജനങ്ങൾ കൂട്ടത്തോടെ കരഞ്ഞതിനും അത് രോഗങ്ങളുടെ താഴ്വരയായിട്ട് മാറിയതിനും നിരവധി തെളിവുകളുണ്ട്. നിരവധിയായ നിരന്തരമായ തുടർച്ചയായ പല സമയങ്ങളിൽ സംഭവിച്ച ഭൂകമ്പങ്ങളുടെ ഭാഗമായിട്ട് തകർന്നടിയപ്പെട്ട ഒരു നഗരമാണ് പെട്ര. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ നടന്നതായ ഭൂകമ്പങ്ങളിൽ നിരവധിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ മൃതിയടഞ്ഞിട്ടുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, അവരുടെ നഗരം നശിച്ചു പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. എല്ലാ തരത്തിലും നാശോന്മുഖമായ ഒരവസ്ഥയെ അഭിമുഖീകരിച്ചതുകൊണ്ട് ജനങ്ങൾ നിരന്തരമായി രോഗിച്ച കരഞ്ഞ ഒരു പ്രദേശമാണ് പെട്ര. അതുകൊണ്ട് ബക്ക എന്ന് പറയുന്ന പേരിൽ മക്കയെക്കാളും പെട്ര എന്ന് പറയുന്ന പ്രദേശത്തിനാണ് ഏറ്റവും കൂടുതൽ ചേരുക എന്ന് വാദിക്കുന്നു. അബ്ബാസികളുടെ കാലത്ത് ചരിത്രം മാറ്റി എഴുതിയപ്പോൾ പെട്രയെ സൂചിപ്പിച്ചിരുന്ന ബക്ക എന്ന പേര് മക്കയുടെ പര്യായമായി മാറ്റപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്രകാരം ബക്കയുടെ വിവരണങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും ഇന്നത്തെ മക്കയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന കണ്ടെത്തലാണ് ഈ സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ കാതൽ. പുരാതന രേഖകളിൽ ബക്കയെ വിവരിക്കുമ്പോൾ അവിടെ സമൃദ്ധമായ നീരുറവുകളും തോട്ടങ്ങളും ഉള്ളതായി കാണാം. പെട്രയിൽ ഇന്നും കാണപ്പെടുന്ന അത്യാധുനികമായ കനാൽ സംവിധാനങ്ങൾ ഇതിൽ തെളിവായിട്ട് നീക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഖുർആനിൽ പറയുന്ന ലൂത്ത് നബിയുടെ ജനതയുടെ നാശത്തിന്റെ അവശിഷ്ടങ്ങൾ നബി യാത്ര ചെയ്യുമ്പോൾ കണ്ടിരുന്നതായി സൂചനകളുണ്ട്. മക്കയിൽ നിന്നും ലൂത്ത് നബിയുടെ നഗരത്തിലേക്ക് സദോമിലേക്ക് വലിയ ദൂരമുണ്ട്. എന്നാൽ പെട്രയിൽ നിന്നും അത് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നബി ജനിച്ച ബക്ക പെട്ടയാകാൻ സാധ്യതയുണ്ടെന്ന് സമർത്ഥിക്കുന്നു. എങ്കിലും ഈ വാദത്തിന് വലിയ പോരായ്മകളുണ്ടെന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും പറയുന്നു. അറബി ഭാഷയിൽ അഥവാ എന്നീ അക്ഷരങ്ങൾ പരസ്പരം മാറുന്നത് സ്വാഭാവികമാണ്, സാധാരണമാണ് എന്ന് ഇവർ പറയുന്നു. ഉദാഹരണത്തിന് ലാസിം അഥവാ ലാസിബ്. അതിനാൽ പക്കയാകുന്നത് സ്വാഭാവികമായ ഒരു ഭാഷാപരമായ മാറ്റം മാത്രമാണ് എന്ന് ഇവർ പറയുന്നു. പുരാതന കാലം മുതൽക്ക് അറബികൾ മക്കയെ തങ്ങളുടെ പുണ്യ നഗരമായി കണ്ടിരുന്നു എന്നതിന് ധാരാളം കവിതകളും വാമൊഴി ചരിത്രങ്ങളും തെളിവുകളായിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു. ചുരുക്കത്തിൽ ബക്ക എന്ന വാക്ക് ഒരു സ്ഥലപ്പേര് എന്നതിലുപരി മടക്കപ്പെട്ട ഒരു നഗരത്തിലേക്കുള്ള അഥവാ പെട്രയിലേക്കുള്ള ദിശാസൂചികയാണ് എന്നാണ് ഇത്തരം ചോദിക്കുന്നത്. എങ്കിലും ആധികാരികമായ ചരിത്ര രേഖകൾ ഇന്ന് മധ്യയിൽ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ലക്ക അതുപോലെ ലക്ക എന്നീ വാക്കുകൾ തമ്മിലുള്ള ഭാഷാപരമായ മാറ്റം കേവലം ഒരു അക്ഷരപ്പറ്റോ നിസ്സാരമായ മാറ്റമോ അല്ല, മറിച്ച് ഒരു വലിയ ചരിത്ര രഹസ്യത്തിന്റെ താക്കോലാണെന്ന് ഡാനികിച്ചനെ പോലെയുള്ളവർ വാദിക്കുന്നു. ഒരു ചരിത്ര നോവലിന്റെ ട്വിസ്റ്റ് പോലെ ഈ വാദത്തെ നമുക്ക് വിശകലനം ചെയ്യാം. അറബി ഭാഷയിലെ ബ അഥവാ ബാവ് എന്ന അക്ഷരവും മീനും അഥവാ മാ എന്ന അക്ഷരവും തമ്മിൽ മാറുന്നത് അസാധാരണമല്ല. പക്ഷേ ഹിബ്സന്റെ സിദ്ധാന്തത്തിൽ ഇതൊരു ബോധപൂർവമായ തിരുത്തലാണ്. നെബറ്റിയൻ നഗരമായ പെട്രയുടെ താഴ്വരയെ സൂചിപ്പിക്കാൻ ബക്ക എന്ന പേര് ഉപയോഗിച്ചിരുന്നുവെന്നും
പിന്നീട് അബ്ബാസി കാലഘട്ടത്തിൽ ചരിത്രം തിരുത്തിയെഴുതപ്പെട്ടപ്പോൾ ഈ പേരിനെ വളരെ ലളിതമാക്കി മക്ക എന്നാക്കി മാറ്റി എഴുതി എന്നും ഇവർ വാദിക്കുന്നു. പഴയ കോപ്പിക്ക് രൂപയിൽ പുള്ളികളില്ലാതെ വായും എഴുതുമ്പോൾ അവ തിരിച്ചറിയുന്നത് പ്രയാസകരമായി. ഈ സാങ്കേതിക സൗകര്യം ചരിത്രകാരന്മാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു എന്നാണ് ആരോപണം. ദക്ക എന്നാൽ കരച്ചില്ല അല്ലെങ്കിൽ തെറ്റിത്തെറിക്ക് തകരുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഭൂകമ്പങ്ങൾ തകർത്ത കെട്ടുകളെ വിശേഷിപ്പിക്കാൻ ദക്ക അഥവാ രോദനത്തിന്റെ ഇടം എന്ന പേര് തികച്ചും അനുയോജ്യമാണ്. എന്നാൽ ഇന്നത്തെ മറ്റൊരു ചരിത്രത്തിൽ അത്തരം വൈദ്യുതിയുടെ വഴിയുകയും രേഖപ്പെടുത്തിയിട്ടില്ല. നഗരം മാറിയപ്പോൾ പേര് മാറേണ്ടതുണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ ദക്ക എന്ന പേര് വന്നതുകൊണ്ട് ആ പേരിന് പാടെ മാറ്റുന്നതിന് പകരം അത് മക്കയുടെ മറ്റൊരു പേരാണെന്ന് പിൽക്കാല ചരിത്രകാരന്മാർ വ്യാഖ്യാനിച്ചെടുത്തു എന്നാണ് വിച്ചൻ വാദിക്കുന്നത്. ഒരു പുരാതന ലൈബ്രറിയിലെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന കുറച്ച് ചരിത്രകാരന്മാർ പഴയ പേരുകളിൽ തിരുത്തലുകൾ വരുത്തുന്നു. ദക്ക എന്ന വാക്കിന് മുകളിൽ കറുത്ത മഷി പടർത്തി അദ്ദേഹം മക്ക എന്ന് മാറ്റി എഴുതുന്നു. പുറത്തും ഒരു ജനത മുഴുവൻ ഇവളുടെ പുണ്യ നഗരം എവിടെയാണെന്ന് അറിയാതെ മുഴുവനും. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ മണ്ണിൽ പൊതിഞ്ഞ പെട്രോയിലെ കൽത്തൂണുകൾ ഈ തിരുത്തലിനെതിരെ നിശബ്ദമായിട്ട് സാക്ഷി പറയും. എന്നാൽ ഇതിന് കൃത്യമായ മറുവാദങ്ങൾ നിലവിലുണ്ട്. അറബിയിൽ അഥവാ ഭാവി എന്ന ഉപസർഗം സ്ഥിരനാമങ്ങൾക്കൊപ്പം വരുമ്പോൾ അത് മാറാനുള്ള സാധ്യത ഏറെയുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിൽ പോകുന്ന ഒരു സ്ഥലം ഇത്ര നിസ്സാരമായി മാറ്റിയാൽ ആരും ചോദ്യം ചെയ്തിട്ടില്ലേ എന്ന തീവ്രമായ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ ദക്കയായി മാറിയത് ഒരു ഭാഷാപരമായ പരിണാമമാണോ അതോ ചരിത്രത്തെ വഴി തിരിച്ചറിയാൻ നടത്തിയ ഒരു ഗ്രേറ്റ് എഡിറ്റിംഗ് ആണോ എന്നാണ് ഈ തർക്കത്തിന്റെ കാതൽ. ഇനി ഡാൻ ഗിബ്സൺ വാദിക്കുന്നത് ഹിറാ ഗുഹയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഹിറാ ഗുഹയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പിനെ കുറിച്ചുള്ള ഡാൻ ഗിബ്സന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വ്യക്തിഗതപരമായ അധ്യായങ്ങളിൽ ഒന്നാണ്. മക്കയിലെ ജബൽനൂർ പർവ്വതങ്ങൾ അവിടുത്തെ ഗുഹയിൽ ചരിത്രരേഖകളിലെ വിവരണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. പകരം പെട്രയുടെ ഒരു പ്രത്യേക ഗുഹയാണ് യഥാർത്ഥ ഹിറ എന്നും അദ്ദേഹം വാദിക്കുന്നു. പരമ്പരാഗതമായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് നബി ഹിറ ഗുഹയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ കഅബയെ അഭിമുഖീകരിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഗിബ്സന്റെ കണ്ടെത്തലുകൾ പ്രകാരമാണ്. മക്കയിലെ ജബൽനൂർ പർവ്വതത്തിലെ ഗുഹയിൽ നിന്നാൽ കഅബയെ നേരിട്ട് കാണുകയോ കൃത്യമായിട്ട് മക്ക നഗരത്തെ അഭിമുഖീകരിക്കുകയും പ്രയാസകരമാണ്. ഈ ഗുഹ മറ്റൊരു ദിശയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല ഈ ഗുഹയിൽ നിന്ന് നോക്കുമ്പോൾ മക്ക നഗരത്തെ ദൃശ്യമാകുക വളരെ പ്രയാസമാണ്. ഗുഹയുടെ പ്രവേശന കവാടവും അതിന്റെ കിടപ്പും കഅബയുമായിട്ട് നേരിട്ടുള്ള ഒരു വേദിയിലല്ല. എന്നാൽ പെട്രയിലെ പർവ്വതനിരകൾക്കിടയിൽ ഗിബ്സൺ ഒരു ഗുഹ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുഹയിലിരുന്നാൽ പെട്രയിലെ നെബറ്റിയ നഗരത്തിന്റെ മധ്യഭാഗത്ത് അദ്ദേഹം കഅബ എന്ന് അവകാശപ്പെടുന്ന സ്ഥാനത്തേക്ക് കൃത്യമായിട്ടും ദൃഷ്ടി പതിയുന്നു. ആദ്യകാല ഹദീസുകളിൽ ഹിറാ ഗുഹയെ വിവരിക്കുമ്പോൾ അത് വളരെ ഇടുങ്ങിയതാണെന്ന്, എന്നാൽ അതിനുള്ളിലേക്ക് വെളിച്ചം വെക്കുന്ന രീതിയുണ്ടെന്ന് പരാമർശമുണ്ട്. മക്കയിലെ ഗുഹയുടെ ഘടന വളരെ വ്യത്യസ്തമാണ്. അതൊരു ഗുഹയേക്കാൾ ഉപരി പറകൾക്കിടയിലെ ഒരു വിടവ് പോലെയാണ്. എന്നാൽ പെട്രയിലെ പർവ്വതങ്ങളിൽ കൊത്തിയുണ്ടാക്കിയ പല അറകളും പ്രാർത്ഥനകൾക്കായിട്ട് ഉപയോഗിച്ച വിന്യാസിമാരുടെ അറകൾക്ക് സമാനമാണ്. ഇവരുടെ സ്ഥാനവും വായുസഞ്ചാര പദവും പ്രാചീന വിവരണങ്ങളുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നുവെന്ന് ഗിബ്സൺ വാദിക്കുന്നു. ഹിറാ ഗ്രന്ഥങ്ങളിൽ, അതായത് നബി ചരിത്രങ്ങളിൽ ഹിറാ ഗുഹയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നബിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന ഖദീജ പുണ്യന്മാരുടെ അനുഷ്ഠയുടെ യാത്രകൾ വിവരിക്കുന്നുണ്ട്. മക്കയിലെ ജബൽനൂർ കഴിയുന്നത് അതീവ ദുഷ്കരവും കുത്തനെയുള്ളതുമായ ഒന്നാണ്. കുറച്ച് പ്രായമായ ഒരാൾക്ക് നിത്യേന അവിടെ എത്തുക എന്നത് പ്രയാസകരമാണ്.
പെട്രയിലെ നഗരത്തിനടുത്തുള്ള പർവ്വതങ്ങളുടെ ഗുഹകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും അകലെയാണെങ്കിലും മക്കയിലെ പർവ്വതത്തെ അപേക്ഷിച്ച് ചെന്നെത്താൻ എളുപ്പമുള്ളതായിരുന്നു. ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഹജ്ജിൽ നിന്നും മുസ്തലിഫിലേക്കും അതുപോലെ അറഫയിലേക്കും നടന്നു പോയിട്ടുള്ള ആളുകൾക്കും ഹിറാ ഗുഹയെ കാണാൻ വേണ്ടി സാധിക്കും. മക്കയിൽ നിന്ന് വളരെ ദൂരെയാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, ഒരു ഉത്തങ്ക പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടകരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ മല കയറി ഹിറാ ഗുഹ സന്ദർശിക്കുന്നത്. ഒരു സാധാരണ അധ്വാനമുള്ള ആൾക്ക് പോലും ജബൽമല എന്ന് പറയുന്ന ഈ മല കയറി ഹിറാ ഗുഹയിൽ എത്തുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ പരിസരത്ത് നോക്കിയാൽ മക്ക നഗരം കാണുകയില്ല. ഇത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. മക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് ഹിറാ ഗുഹ ചെയ്യുന്നത്. അത് മക്ക നഗരത്തിന് അഭിമുഖവുമാണ്. എന്നാൽ ചരിത്ര രേഖകൾ പ്രകാരം നബി തപസ്സിറങ്ങിയ ഹിറാ ഗുഹ എന്ന് പറയുന്നത് മക്ക നഗരത്തെ അഭിമുഖീകരിച്ചാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതുപോലെയല്ല യഥാർത്ഥ ഹിറാ ഗുഹ എന്ന് ആ വഴിക്ക് സഞ്ചരിച്ചിട്ടുള്ള ആർക്കും അറിയാവുന്നതാണ്. ഹജ്ജ് സമയത്ത് ഈ പ്രദേശങ്ങളിലൂടെ അറഫയിലേക്ക് ജനങ്ങൾ നടന്നു പോകുമ്പോൾ മാത്രമാണ് ആ പ്രദേശത്ത് ജനസാന്നിധ്യമുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ പോലും വിജനമായ പ്രദേശമാണ് ജബലൂരും അതിന് പരിസരവും. ആ പരിസരത്തൊന്നും വീടുകളോ താമസക്കാരൊന്നുമില്ല. അപ്രകാരമാണ് ആധുനിക കാലത്ത് ഹിറാ ഗുഹയുടെയും ജബലൂരുടെയും പരിസരങ്ങളുടെ പ്രത്യേകത എങ്കിൽ നബിയുടെ കാലഘട്ടത്തിൽ എപ്രകാരമായിരിക്കും, എത്രമാത്രം വിപുലമായിരിക്കും ഈ പ്രദേശം എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിപ്പണിയുടെയും സസ്യത്തിന്റെയും പശ്ചാത്തലം ഇവിടെ പ്രസക്തമാണ്. നബി ഹിറാ ഗുഹയിൽ ഏകാന്ത മാസം നയിച്ചിരുന്നത് റംദാൻ മാസത്തിലായിരുന്നു. മക്കയിലെ കൊടുംചൂട് ഒരു പാറക്കൂട്ടത്തിനുള്ളിൽ കഴിയുന്നത് ആസ്വാദ്യമാണ്. എന്നാൽ പെട്ര സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമായതിനാൽ വേനൽക്കാലത്തും അവിടെ താപനില കുറവായിരുന്നു. അവിടെ നിർമ്മലിൽ തങ്ങുന്നത് കൂടുതൽ പ്രായോഗികമായിരുന്നു.